പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. ഞാൻ ഏറെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ അമ്മയോടൊപ്പം എന്ന ഈ പരിപാടിയിൽ പങ്കുകൊള്ളുന്നത്. പ്രിയ ബഹുമാനപ്പെട്ട തോമസ് പോൾ അച്ഛ, അതുപോലെ തന്നെ ഇന്നത്തെ കാർമ്മികനായ തോമസ് ഓലായത്തിൽ അച്ഛ, ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ ഒത്തിരി സന്തോഷം എൻ്റെ മനസ്സിൽ വരുന്നു. പ്രത്യേകിച്ച് തോമസ് പോളിനെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിറയുന്നത് ഈ സെന്ററിന്റെ സ്ഥാപകനായ ചാക്കോച്ചൻ അച്ഛനാണ്. എൻ്റെ ഉത്തമ സുഹൃത്തും എൻ്റെ ശിഷ്യനും പലതരത്തിലും എനിക്ക് താങ്ങും തണലുമായിരുന്നു. അദ്ദേഹത്തിന് ഞാനും താങ്ങും തണലുമായിരുന്നു. പ്രിയമുള്ളവരെ, ഞാൻ കോവിഡായിട്ടിരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു രാവിലെ മുതൽ, എനിക്ക് അങ്ങയുടെ സെന്ററിൽ ഒരു ടോക്ക് കൊടുക്കുവാനായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. അദ്ദേഹം ഒരു വിശുദ്ധനായിരുന്നുവെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. പ്രിയമുള്ളവരെ, നമ്മൾ ബൈബിളിൽ ഉടനീളം കാണുന്നത്, ആദ്യം മുതൽ കാണുന്നത്, ദൈവം തൻ്റെ സ്നേഹം വെളിപ്പെടുത്തുന്നതാണ്. ബൈബിൾ സ്നേഹഗീതയാണ്. മനുഷ്യൻ പരദീസായി സൃഷ്ടിക്കപ്പെട്ടു. ദൈവത്തിന് സാമീപ്യമുണ്ടായിരുന്നു. ആ ദൈവത്തിന് സാമീപ്യമാണല്ലോ പരദീസ അനുഭവം, ആ സ്നേഹ അനുഭവം. രാവിലെയും വൈകിട്ടും കൈക്ക് പിടിച്ച് കൂടെ ഉലാത്തുന്ന ഒരു ദൈവം, അതാണ് പരദീസ. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. അതെ, പാപം ചെയ്ത് വിച്ഛേദിക്കപ്പെടുമ്പോൾ ഉണ്ടാത് എന്താണ്? ആ ദൈവസ്നേഹം നഷ്ടമാകുന്നു. നമ്മൾ അതാണ് യെശയ്യാ പ്രവാചകൻ 59-ാം-അധ്യായം-2 വായിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഴി ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ഈ അകന്നുപോയുള്ള ചരിത്രമാണ് നമ്മൾ പഴയ നിയമത്തിൽ ഉടനീളം കാണുന്നത്. മനുഷ്യൻ അങ്ങനെ അകന്നു പോയെങ്കിലും വീണ്ടും വീണ്ടും സ്നേഹത്തിന്റെ ചരട് കൊണ്ട് അവനെ വലിച്ച് അടുപ്പിക്കുന്ന രംഗമാണ് പലയിടത്തും, പ്രത്യേകിച്ച് തന്റെ വചനങ്ങളിലൂടെ. നമുക്കറിയാം, മനുഷ്യനെ ശിക്ഷിച്ചു പാപത്തിന്റെ പരിണിത ഫലമായി. എന്നാലും ഉടനീളം കാണുന്നത് ദൈവം സ്നേഹിക്കാനായിട്ട് കടന്നു വരുന്നതാണ്. യെശയ്യാ പ്രവാചകനിലൂടെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ, ഒരു അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, നിന്റെ പേരിന്റെ ഉള്ളംകൈ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതങ്ങോട്ട് കൂടുതലായിട്ട് പറയുമ്പോൾ നമ്മൾ കാണുകയാണ്, ആ ദൈവത്തിൽ ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും, ഒരമ്മയുടെയും ഒരപ്പന്റെയും സ്നേഹം മുറ്റി നിൽക്കുന്നത്. അതുകൊണ്ടാണ് യെശയ്യാ 66 പറയുന്നുണ്ട്, അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, പാലൂട്ടും, എളിയിലെടുത്തുകൊണ്ട് നടക്കുമെന്ന്. ഹല്ലേലൂയ! എന്ത് മനോഹരമായ വാക്കുകൾ. നമുക്കറിയാം, ഈ ദൈവസ്നേഹത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടപ്പോൾ മനുഷ്യൻ എന്ത് സംഭവിച്ചു? നല്ല ജീവിതത്തിലുള്ള കൽപ്പ് പോയി, നല്ല ജീവിതത്തിലുള്ള കൃപ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ വായിക്കുന്നുണ്ട് ഹോശിയ പ്രവാചകനിൽ, ഹോശിയ 4-ാം-അധ്യായം-1 മുതൽ വചനങ്ങളിൽ, ഇസ്രായേൽ ജനമേ, കർത്താവിന്റെ വാക്ക് കേൾക്കുക. ദേശവാസികൾക്കെതിരെ അവിടുത്തേക്കൊരു ആരോപണമുണ്ട്. ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. ആണയിടിയിലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു. അതിനാൽ ദേശം വിലപിക്കുന്നു. വ്യഭിചാരത്തിന്റെ ദുർഭൂരം എവിടെയും. ഇത് വായിക്കുമ്പോൾ ചില ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ കടന്നുകൂടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്നത്, നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്, ഇതെല്ലാമാണ് ആ 3000 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യന് ദൈവസ്നേഹം നഷ്ടമാകുമ്പോൾ നിശ്ചയമായിട്ടും നല്ല ജീവിതം കഴിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവം വെളിപ്പെടുത്തി സ്നേഹം കൊടുക്കുന്നു, എന്നാൽ മനുഷ്യൻ തിരസ്കരിക്കുന്നു. ഇതുകൊണ്ടുകൊണ്ടാണ് കാലത്തിന്റെ സമ്പൂർണതയില് പിതാവായ ദൈവം
പരിശുദ്ധ കന്യകമറിയത്തിലൂടെ യേശുക്രിസ്തുവിനെ അയച്ച ആ യേശുക്രിസ്തുവിന്റെ ആത്മാവിലൂടെ നമുക്ക് ദൈവത്തെ അടുത്ത് എന്ന് പിതാവേ, അപ്പച്ച എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടുന്നത്. നമ്മളത് വായിക്കുന്നുണ്ടല്ലോ, ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായം 6-7 വചനങ്ങളിൽ. അപ്പോൾ കർത്താവിന്റെ കടന്നുവരവിലൂടെ നമുക്ക് കരകരമായത് എന്താണ്? ഒരപ്പൻ. ഇനിയും അപ്പന്റെ സ്നേഹം കൊണ്ട് മാത്രം ഒരു കുട്ടി വളരുകയില്ല. നമുക്കറിയാം, ഇന്ന് കുടുംബങ്ങളിൽ ഏറെയേറെ പ്രശ്നങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണല്ലോ നമ്മളിപ്പോ വായിക്കുന്ന ഈ ലവ് ജിഹാദും അല്ലെങ്കിൽ മയക്കുമരുന്ന് ജിഹാദും പാൻ മസാജ് ജിഹാദും ഒക്കെ ഉണ്ടാകുന്നത്. സ്നേഹത്തിന് വേണ്ടി ഒരു പരക്കം പാച്ചിൽ. ഞാൻ ഇന്നത്തെ ലോകത്തെ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? സ്നേഹരാഹിത്യം, കടുത്ത തിരസ്കരണ അനുഭവം. അത് ഒരു ഓർഫനേജിൽ ചെന്നാൽ നാം കാണുന്നത് എന്താണ്? ഒരു അനാഥാലയത്തില് കുട്ടികൾ പറയുന്നത് സ്നേഹം കിട്ടുന്നില്ല. കാര്യം, അനാഥശാല നടത്തുന്നവർ ആഹാരവും വസ്ത്രവും എല്ലാം കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടത് സ്നേഹമാണ്. ഇന്ന് നമുക്കറിയാം, മാതാപിതാക്കളെ നല്ല ചൊല്ലുവിളി നടക്കുന്ന മക്കൾക്ക് പോലും ഈ സ്നേഹരാഹിത്യം ഉണ്ടാകുന്നു. പല പല കാരണമുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഒരു പക്ഷേ കുടുംബങ്ങളിൽ പ്രാർത്ഥന പോയതായിരിക്കാം, കുടുംബങ്ങളിൽ ഒരു പക്ഷേ മദ്യപാനവും മറ്റ് തിന്മകളും വന്നതുകൊണ്ട്, അഥവാ കുട്ടികൾക്ക് നേരിട്ട സ്നേഹം അപ്പനും അമ്മയും വാത്സല്യപൂർവ്വം കൊടുക്കാത്തതുകൊണ്ടായിരിക്കാം. അതുകൊണ്ടാണ് ഏറെയേറെ പ്രശ്നങ്ങൾ കുടുംബങ്ങളിൽ ഇന്ന് ലോകത്തിലും ഉണ്ടാകുന്നത്. ഒരു ദിവസം ഏകദേശം 1000-ഓളം ഇമെയിൽ എനിക്ക് കിട്ടാറുണ്ട്. എല്ലാ തരത്തിലുമുള്ള ആളുകളിൽ നിന്ന്, വിവിധ ഭാഷകളിൽപ്പെട്ടവരുടേത്. അതിൽ ഒരു 20-30% എന്താണെന്നറിയാമോ? സ്നേഹം കിട്ടുന്നില്ല. എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല, ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല, മക്കൾക്ക് എന്നോട് സ്നേഹമില്ല, അതുപോലെ എൻ്റെ മാതാപിതാക്കൾക്ക് എന്നോട് സ്നേഹമില്ല, പള്ളിയിലച്ഛൻ എന്നോട് സ്നേഹമില്ല, കന്യാസ്വാമിക്ക് എന്നോട് സ്നേഹമില്ല. എല്ലാം സ്നേഹരാഹിത്യത്തിന്റെ, സ്നേഹമില്ലായ്മയുടെ പല്ലവികൾ ആണ്. ഇതിന്റെ ഫലമല്ലേ നമുക്കറിയാം, ഇന്റർനെറ്റിൽ നോക്കിയാൽ കാണാൻ സാധിക്കും, ഇന്ന് 50 ലക്ഷത്തിൽ പരം ജനങ്ങളാണ് വിഷാദ രോഗത്തിൽ മരിക്കാറായി ആശുപത്രികളിൽ കിടക്കുന്നത്. ലോക ജനസംഖ്യയുടെ 20% വിഷാദ രോഗത്തിന് മരുന്നെടുക്കുന്നു. എന്തുകൊണ്ടാണ്? വിഷാദം, ഈ തിരസ്കരണ അനുഭവത്തിൽ നിന്ന്. അതുകൊണ്ടല്ലേ ആത്മഹത്യയുടെ എണ്ണം ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്നതും കൊലപാതകം വർദ്ധിക്കുന്നതും. ഇപ്പോൾ നമ്മൾ പ്രവാചകനിലൂടെ കേട്ടതുപോലെ സ്നേഹത്തിന്റെ കുറവുണ്ട്. ഇത് കണ്ട ദൈവം സ്നേഹം നൽകുവാനായിട്ടാണ് അത് യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. നമ്മളിത് മനോഹരമായിട്ട് വായിക്കുന്നുണ്ടല്ലോ. 1 യോഹന്നാൻ അധ്യായം 4:10 നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വന്തം പുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവായ യേശു ലോകത്തിലേക്ക് വന്നത് ഈ സ്നേഹം നൽകുവാൻ. എന്ത്? നഷ്ടപ്പെട്ട പിതാവിന്റെ സ്നേഹം നൽകുവാൻ. അതിന് തന്റെ ആത്മാവിനെ നിങ്ങൾക്കും എനിക്കും അയച്ചുകൊണ്ട് ഒരു അപ്പനെ തരുന്നു. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത്, ആത്മാവിലൂടെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള കൃപ ലഭിച്ചിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിലൂടെ നമുക്ക് കരകരമായ ഒരു വലിയ ഗിഫ്റ്റ്, വലിയ ദാനം എന്താണെന്നറിയാമോ? പിതാവിന്റെ സ്നേഹം. ഒരു പിതാവിനെ വിളിച്ച് എൻ്റെ അപ്പച്ച എന്ന് വിളിക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഒരു അപ്പനോ അമ്മയോ എത്ര നല്ല അപ്പനോ അമ്മയാണെങ്കിലും എന്ത് സ്നേഹം കൊടുത്താലും മക്കൾക്ക് മതിയാവില്ല. ശരിയാണ്, ഒരു മാതാവിനും ഒരു പിതാവിനും ഈ ലോകത്തിൽ ഒരു കുട്ടിക്ക് വേണ്ടുന്ന 100% സ്നേഹം കൊടുക്കാൻ പറ്റില്ല. ഒരു കാര്യം. ഇനിയും അതുകൊണ്ടല്ലേ ദൈവം തൻ്റെ തന്നെ സ്നേഹം കൊടുക്കുന്നത് ഒരപ്പനായിട്ട്. ഈ അപ്പന്റെ മാത്രം സ്നേഹം പോരാ. അതുകൊണ്ടാണ് ആ കുരിശിൽ വെച്ച്, ഇതാ നിന്റെ അമ്മ. നമുക്കെല്ലാം ഒരു അമ്മയെ ആവശ്യമുണ്ട്. അമ്മയോ അപ്പനോ ഇല്ലെങ്കിൽ നമ്മൾ അനാഥരായിത്തീരുന്നു. അപ്പോൾ ഈ ലോകത്തിലെ അനാഥത്വം മാറുവാൻ
ലോകത്തിന് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ള രണ്ട് സ്നേഹങ്ങളാണ്. ഒന്ന് പിതാവിന്റെ സ്നേഹം, രണ്ട് യേശുക്രിസ്തുവിന്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്നേഹം. ഹല്ലേലൂയ. നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, ദൈവം ഒരു നല്ല മനഃശാസ്ത്രജ്ഞനാണ്. നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ അറിയാം, നമ്മുടെ ഹൃദയങ്ങൾ നല്ലപോലെ മനസ്സിലാക്കാൻ കഴിവുള്ള ഏക മനഃശാസ്ത്രജ്ഞൻ അവനാണ്. കാരണം അവനാണല്ലോ നമ്മളെ ഉരുവാക്കിയത്. ഒരു സൈക്യാട്രിക്കും ഒരു സൈക്കോളജിസ്റ്റിനും അത് ആ സ്നേഹം കൊടുത്താൽ അനാരത്വം മാറ്റുവാൻ, അല്ലെങ്കിൽ ഏകാന്തത മാറ്റുവാൻ, സ്നേഹരാഹിത്യം മാറ്റുവാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവം, മനുഷ്യന്റെ ഹൃദയം സൃഷ്ടിച്ചവനായ ദൈവം, ആ ഹൃദയത്തിന്റെ ദാഹം, അതെ, സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം കാണുന്നത്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 2 സങ്കീർത്തനങ്ങളിൽ, 43-ാം സങ്കീർത്തനത്തിലും 63-ാം സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ, എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. ഹല്ലേലൂയ. വളരെ മനോഹരമാണത്. സ്നേഹത്തിനായിട്ടുള്ള ആ അന്തരാത്മാവിന്റെ ദാഹം, അതേപ്പറ്റി നമ്മൾ വായിക്കുന്നുണ്ട്. അത് എന്റെ ഹൃദയം ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ആന്തരിക മനുഷ്യൻ ദാഹിക്കുന്നു. ഈ ദാഹം ശമിപ്പിക്കുവാൻ നമുക്ക് ഇതാ 2 സ്നേഹം നമ്മളിലേക്ക് ഒഴുകുന്നു. പിതാവിന്റെ സ്നേഹവും മാതാവിന്റെ സ്നേഹവും, അപ്പന്റെയും അമ്മയുടെയും സ്നേഹം. ഇത് വലിയൊരു കാര്യമാണ് മക്കളെ. ഞാന് കരിസ്മാ ധ്യാനം കൂടി ആത്മാവുള്ള സ്നാനം സ്വീകരിച്ചപ്പോൾ എനിക്ക് ദൈവാനുഭവം ഉണ്ടായിരുന്നു. ഈശോ എന്നോട് പറഞ്ഞ എന്താണെന്നറിയാമോ? ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ച ആ നിമിഷത്തിൽ, ജെയിംസ്, നീ എന്നോടൊപ്പം ഒരു വൈദികനായിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാൻ തരിച്ചുപോയി. ദൈവമേ, യേശുനാഥൻ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ ജന്മം കൊണ്ട നിമിഷത്തിൽ ഞാൻ യേശുവിനോടുകൂടി ജന്മം കൊണ്ടു. വെറുതെ ഒരു മനുഷ്യനായിട്ട് മാത്രമല്ല, ഒരു പുരോഹിതനായിട്ട് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വിളിച്ചു വേർതിരിച്ചു എന്ന്. എന്നാൽ അതിലും മനോഹരമായിട്ട് എനിക്ക് വെളിപ്പെടുത്തി പറഞ്ഞ എന്താണെന്നറിയാമോ? അല്ല, ഞാൻ ജനിച്ച നിമിഷം തന്നെ നീ എന്നോടത്തുണ്ടായിരുന്നു. വചനം മാംസമായി എന്ന് പറഞ്ഞാൽ ആ മാംസം നിന്റെയും എന്റെയും, അത് ലോകം മുഴുവന്റെയും മാംസമാണ്. ഇന്ന് വരെ ജീവിച്ച ജനങ്ങളുടെയും ഇനി ജീവിക്കാനുള്ള ജനങ്ങളുടെയും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെയും മുഴുവനും അത് ശരീരമാണ്, അഥവാ ദേഹമാണ് അവിടുന്ന് സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തത്. നമ്മുടെ ഏത് ജീവിതാന്തസ്സിലാണോ ആ ജീവിതാന്തസ്സിൽ ആണ് നമ്മളെ തൻ്റെ ശരീരത്തിൽ ഒന്നാക്കി തീർത്തത്. പ്രിയമുള്ളവരെ, ഇപ്രകാരം ഞാൻ അധികം പറഞ്ഞു പോയാൽ സമയം നീണ്ടുപോകും. ഞാൻ ഒറ്റ വാക്ക് പറയുന്നു. അന്നു മുതൽ ഞാൻ മാതാവിനെ വിളിക്കുന്ന മാതാവ് എന്നോ അവർ ലേഡി, ഇംഗ്ലീഷിൽ പറയും അവർ ലേഡി, അല്ലെ പരിശുദ്ധ കന്യാമറിയം, മാതാവ് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും. കാരണം അന്നു മുതൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനം സ്വീകരിച്ചപ്പോൾ മുതൽ ഞാൻ വിളിക്കുന്നത് അമ്മേ എന്നാണ്. മമ്മ എന്ന ഇംഗ്ലീഷിൽ. അത് നിശ്ചയമായിട്ടും എൻ്റെ മമ്മയ്ക്ക് നല്ല മമ്മയായിരുന്നു. പള്ളിയിൽ പോകുന്നതും വിശ്വസിക്കുന്നതും എല്ലായിരുന്നു. എന്നാൽ എനിക്ക് വേണ്ട സ്നേഹം മുഴുവൻ തരാൻ അമ്മയ്ക്ക് പറ്റുകയില്ലായിരുന്നു. കാരണം എനിക്ക് വേണ്ട സ്നേഹം വെറും ഭൗമിക സ്നേഹം മാത്രം പോരാ. എനിക്ക് ആ സ്പിരിച്വൽ, സൂപ്പർ നാച്ചുറൽ സ്നേഹം, അഭൗമികമായ ഇന്ദ്രിയ ഗോചരമല്ലാത്ത സ്നേഹം കിട്ടിയാലേ എൻ്റെ ഹൃദയം തൃപ്തിപ്പെടുകയുള്ളൂ. അത് മനസ്സിലാക്കിയ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് നിങ്ങളോടും എന്നോടും പറഞ്ഞത്, ഇതാ നിന്റെ അമ്മ. ഹല്ലേലൂയ. ഇതാ നിന്റെ അമ്മ. ാണ് പരിശുദ്ധ കന്യാമറിയത്തെ നോക്കുമ്പോൾ ഈ സ്നേഹമുണ്ടാകണം. എൻ്റെ അമ്മച്ചി, എൻ്റെ അമ്മ. എൻ്റെ ജീവിതയാത്രയിൽ നിങ്ങൾക്കറിയാം, വേദനകളുടെ കുരിശിന്റെ ഒരു ജീവിതയാത്രയായിരുന്നു എൻ്റെ സുവിശേഷ യാത്ര. നിങ്ങൾ എൻ്റെ ചരിത്രങ്ങൾ പലപ്പോഴും വായിച്ചിട്ടുമുണ്ട്. ഈ വേദനകളും സങ്കടങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ ഭൗമികമായിട്ട് ശാരീരികമായ വേദനകളൊന്ന്, അത് തിരസ്കരണത്തിൻ്റെതായ വേദനകൾ, ഞാൻ എല്ലാം ഉപേക്ഷിച്ച്
സന്യാസ സഭയിൽ ചേർന്ന് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എല്ലായിടത്തും തിരസ്കരണങ്ങൾ ഉണ്ടായ അനുഭവമുണ്ട്. അവിടെയെല്ലാം എൻ്റെ അമ്മ മടിയിൽ വച്ച് എന്നെ താലോലിച്ച് ഉമ്മ തരും, മാറോട് ചേർത്ത് പിടിച്ച് അമ്മിഞ്ഞിപ്പാല് തരുമായിരുന്നു. അടുത്തിടയിൽ മാതാവിനെ പറ്റി ഞാൻ കൊടുത്ത ഒരു വീഡിയോ നിങ്ങൾ കേട്ട് കാണും. പ്രിയമുള്ളവരെ, ഇവിടെയാണ് അമ്മയോടൊപ്പം എന്നത് കുറെ കൊന്ത ചെല്ലുന്നത് മാത്രമല്ല, നൊവേന അർപ്പിക്കുന്നത് മാത്രമല്ല, പിന്നെ ആ സ്നേഹിച്ച് അമ്മയുടെ മടി കിടക്കുന്ന ദൈവാനുഭവം. അതായത് ദൈവത്തിന്റെ സ്നേഹമാണ് അമ്മയിലൂടെ നമുക്ക് കിട്ടുന്നത്. നിശ്ചയമായിട്ടും നമ്മൾ ഒരു ഓർഫനേജിൽ ചെന്നാൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു അനാഥശാലയിൽ മക്കൾക്കില്ലാത്ത എന്താണ്? അപ്പന്റെ അമ്മയുടെ സ്നേഹരാഹിത്യമാണിത്. അവർ പറയുന്ന അപ്പന്റെ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. ഞാൻ ഏറെ ധ്യാനങ്ങൾ അനാഥശാലയിലെ പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ട്. അവരുടെ പല സാക്ഷ്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യങ്ങൾ അവർ പറയുന്നതെന്നറിയാമോ? ധ്യാനത്തിൽ വെച്ച് പരിശുദ്ധാത്മാവിനെ ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് ഒരപ്പനെ കിട്ടി, അമ്മയും കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊക്കെ കരിസ്മാരി ധ്യാനം കൂടിയവരായിരിക്കാം, കൂടുന്നവരായിരിക്കാം. നിങ്ങളൊക്കെ ആധ്യാത്മികതയിൽ ഒത്തിരി വളർന്നിട്ടുണ്ടായിരിക്കാം. ഒന്ന് ചോദിച്ചു നോക്കിക്കേ, നിങ്ങളോട് തന്നെ ഈ അനാഥ ശിശുക്കൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറയുവാൻ പറ്റുമോ? എനിക്കൊരപ്പനുണ്ട്, എനിക്ക് സ്നേഹിക്കുവാനായിട്ടൊരപ്പനുണ്ട്, സ്വർഗീയ അപ്പച്ചൻ. അതെ, എന്നെ സ്നേഹിച്ചുകൊണ്ട് എപ്പോഴും കൈപിടിക്കുന്ന മടിയിലിരുത്തുന്ന ഒരമ്മച്ചിയുണ്ട്, പരിശുദ്ധ കന്യക മറിയം. ആ വികാരപരമായ സെന്റിമെന്റൽ ആയിട്ടുള്ള സ്നേഹവും അടുപ്പവും നമുക്ക് കൂടിയേ തീരൂ മക്കളെ. അത് ഇതില്ല എങ്കിൽ നമ്മൾ പലപ്പോഴും ബലമില്ലാത്തവരായി പോരും. മനുഷ്യ സ്നേഹം കൊണ്ട് മതിയാവില്ല നമുക്ക്. നമ്മുടെ ഹൃദയം തേടുന്നത് അമാനുഷികമായ സ്നേഹത്തിന് വേണ്ടിയാണ്. അഗസ്തീനോസ് പുണ്യാളൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങിലെത്തുന്നതും വരെ എൻ്റെ ആത്മാവ് ഞാൻ സ്വസ്ഥനല്ല. നമുക്കറിയാം, എല്ലാവിധ ഭൗമിക സ്നേഹത്തിന്റെ പിന്നാലെയും പരക്കം പാഞ്ഞവനായിരുന്നു അഗസ്തീനോസ്. അവസാനം നമുക്കറിയാം ദൈവത്തിന്റെ സ്നേഹം കണ്ടുമുട്ടിയപ്പോൾ അവൻ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ആ ആത്മാവിന്റെ ദാഹം, സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം തീർത്താൽ മാത്രമേ നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാവൂ. ഇത് ഏറെ കുറഞ്ഞിരിക്കുന്നു. കാരണം ഇന്ന് ലോകത്തിൽ നല്ല ഭൂരിപക്ഷം ദൈവത്തിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല. ക്രിസ്ത്യാനികൾ പോലും ആ യേശുക്രിസ്തുവിന്റെ ആത്മാവിലൂടെ അപ്പച്ച, പിതാവേ എന്ന് വിളിക്കുന്ന ആ അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. അതുപോലെ ആ കുരിശിലെ ആ സ്നേഹം, തന്റെ അമ്മയെ നൽകുന്ന ആ സ്നേഹം, ആ അമ്മയെ അപ്രകാരം കണ്ടിട്ടില്ല, അനുഭവിച്ചില്ല. ഇതാണ് നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇന്നത്തെ വലിയ പ്രശ്നം. ഇത് കിട്ടിയാൽ ഇന്നത്തെ ഈ മറ്റ് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമുണ്ടാവും. ഇന്ന് ലോകം മുഴുവനും ഞാൻ കാണുന്നത് ഒരു അനാഥശാലയായിട്ടാണ്. നമ്മുടെ ക്രിസ്തുമതത്തിലുള്ളവരും അനാഥശാലയിലെ അനാഥരായിട്ടാണ് ഞാൻ കാണുന്നത്. എഴുത്തുകളിൽ കൂടിയും ആളുകളുമായി സംസാരിക്കുമ്പോഴും പറയുന്നതും കേൾക്കുന്നതും എല്ലാം അതാണ്. സ്നേഹമില്ല, അനാഥ അനുഭവം. എന്തുകൊണ്ട് അധികം ഡിവോഴ്സസ്? എന്തുകൊണ്ട് അല്ലെങ്കിൽ ഭ്രൂണഹത്യകള്? അല്ലെ എന്തുകൊണ്ട് കൊലപാതകങ്ങൾ? എന്തുകൊണ്ട് തിന്മയുടേതായ എല്ലാ വശങ്ങളും? നമ്മൾ ഈയിടെ കേൾക്കുണ്ടായതൊക്കെ ചിലതൊക്കെ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. 50,000 രൂപ വില കൊടുത്താണ് മയക്കുമരുന്ന് ഒരാൾ വാങ്ങിക്കുന്നത് ഒരു ഗുളികയ്ക്ക്. ഹല്ലേലൂയ, എന്ത് ഭയങ്കരം! ഞാൻ ഈയിടെ ഒരു വീഡിയോ കേട്ടപ്പോ ഞാൻ സ്തംഭിച്ചു പോയി. അതെ, ഇപ്രകാരം എന്തിനു വേണ്ടിയായി ഈ മയക്കുമരുന്നിന്, മദ്യത്തിന്, ഇതിനൊക്കെ പോകുന്നതിന് കാര്യം ഏതോ ഒന്നിനു വേണ്ടിയുള്ള ദാഹമുണ്ട്, അത് തീർന്നിട്ടില്ല. എന്തുകൊണ്ടാണ് മറ്റു ജാതിക്കാരുടെ കൂടെ വിവാഹത്തിനെന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നത്? ഇന്ന് അതൊരു പ്രശ്നമാണല്ലോ കേരളത്തില്. അതെ, ആ സ്നേഹം കിട്ടിയിട്ടില്ല. ഈ ലവ് ജിഹാദിന്റെ പ്രശ്നം വന്നപ്പോ എനിക്കേറെ പേര് കുവൈറ്റിന്നും അബുദാബിന്നും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു 10-15 പേരും പറഞ്ഞു, അച്ഛാ, എൻ്റെ വീട്ടിൽ അപ്പന്റെ അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ല. അമ്മയുടെ കുറെ കിട്ടിയിട്ടുണ്ട്, അപ്പച്ചന്റെ കിട്ടിയിട്ടില്ല. ഒരു പക്ഷെ അക്കാലത്ത് ലവ് ജിഹാദ് ഉണ്ടായിരുന്ന ഞാൻ പോയനേമായിരുന്നു. മാത്രമല്ല, ചെറുപ്പത്തിൽ തന്നെ ഒരു നല്ല സ്നേഹമുള്ള ഭർത്താവിനെ കിട്ടി. അത് ദൈവത്തിന്റെ വലിയ കൃപ. ഇന്ന് അതുമില്ല പലരും. അത് ഭർത്താവിനെ കിട്ടാതെ പുര നിറഞ്ഞു നിൽക്കുകയാണ്. അതും ഓർക്കണമേ.
അതുപോലെ അത് പറയാൻ കാരണം മാതാപിതാക്കൾ അവരുടെ ജോലി ചെയ്യിപ്പിച്ച് പണം ഉണ്ടാക്കി എങ്ങനെ സുഭിക്ഷമായിട്ട് കഴിയണം. 30-35 ആകുമ്പോഴാണ് ഒരു ചെറുക്കനെ അന്വേഷിക്കുന്നത്. അവിടെ ആ സ്നേഹത്തിന് വേണ്ടിയുള്ള ദാഹം. ഇതൊക്കെ മാതാപിതാക്കളെ ചിന്തിക്കാനാണ്. ഉണർന്നത് ചിന്തിക്കണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീരുവ ഉണ്ടാകുന്നത് എന്ത്? ലൗകികമായ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന അല്ല, പിന്നെയും ഉള്ളിൽ അലൗകികമായ സ്നേഹത്തിന് വേണ്ടി ദാഹമുണ്ട്. ഈ ദാഹം തീർക്കണം. ഇതാണ് ചെറുപ്പം മുതൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ടത്. ദൈവസ്നേഹം. ആ ദൈവസ്നേഹം വരുന്നത് പിതാവിൽ നിന്നൊരു അപ്പന്റെ സ്നേഹവും മാതാവിൽ നിന്ന് പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ആ അമ്മയുടെ സ്നേഹവും ആണ്. ഇത് ആണ് ക്രിസ്തു സംഭവം. ഇതാണ് ക്രിസ്തു ഇവന്റ്. ആ ക്രിസ്തു സംഭവം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം 4-ാം അധ്യായം 19 പറയുന്നത്, നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ട് പലപ്പോഴും, യേശുക്രിസ്തു നിങ്ങളിൽ രൂപാന്തരപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. പൗലോസിന്റെ പ്രസവവേദന എന്താണ്? താൻ വചനം പ്രഘോഷിച്ച് ആ ജനങ്ങൾ ഓരോരുത്തരിലും ക്രിസ്തു രൂപാന്തരപ്പെടുവാനുള്ള പ്രസവവേദനയാണ് പൗലോസിനുണ്ടായത്. എങ്കിൽ ആ കുരിശിന്റെ അടിയിൽ വെച്ച് നമുക്ക് ലഭിച്ച ആ മാതാവ് നമ്മൾ ഓരോരുത്തരെയും നോക്കിയിട്ട് ഈറ്റുനോവ് അനുഭവിക്കുക എന്തിനു വേണ്ടി എന്നറിയാമോ? നമ്മളിൽ ക്രിസ്തു രൂപാന്തരപ്പെടുന്നതിനു വേണ്ടി. ഇതാണ് നമ്മുടെ വൊക്കേഷൻ, നമ്മുടെ ദൈവവിളി. നമ്മൾ വായിക്കുന്നുണ്ട് റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം 8-29. അവിടുത്തോട് അനുരൂപപ്പെടുവാനായി നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് റോമ 12-ാം അധ്യായം വചനം 2 പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്, പ്രത്യുര നിങ്ങൾ യേശുവിനോട് അനുരൂപപ്പെടണം. 2 കൊറിന്തോസ് അധ്യായം 3-16-18 വ്യക്തമായി പറയുന്നു, നിങ്ങൾ കർത്താവിലേക്ക് തിരിയുമ്പോൾ നിങ്ങൾ അനുദിനം വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്, പുണ്യത്തിൽ നിന്ന് പുണ്യത്തിലേക്ക് പരിശുദ്ധാത്മാവിലൂടെ രൂപാന്തരപ്പെടുന്നു. ഹല്ലേലൂയ. ഈ രൂപാന്തരീകരണമാണ് മാതാവ്, നമ്മുടെ അമ്മ നമുക്ക് കരകരമാക്കി തരുന്നത്. ഓർക്കണം. അപ്പൊ അമ്മ നിനക്കും എനിക്കും വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്ന ഒരു അമ്മയാണ്, ഒരു പ്രസവവേദന അനുഭവിക്കുന്ന അമ്മയാണ്. അവൾ കനിഷ്ഠമായിട്ടും കന്യകയായിരുന്നു. ആ കന്യക ഗർഭം ധരിക്കലിലും പ്രസവത്തിലും ഒരു വിഷയം ഈറ്റുനോവ് അനുഭവിച്ചില്ല. അവിടെ ഈറ്റുനോവ് കുരിശിലാണ് ആരംഭിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ക്രിസ്ത്യാനികളെ ഓർത്തുള്ള ഈറ്റുനോവ്. അതെ, ആ ഈറ്റുനോവ് നമ്മളിൽ ഓരോരുത്തരും യേശു രൂപാന്തരപ്പെടുവാനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു നിത്യ പെന്തക്കൊസ്ത ആണ് മാതാവ് നിങ്ങൾക്കും എനിക്കും കരകരമാക്കുന്നത്. നമുക്കറിയാം, പെന്തക്കൊസ്തായിൽ വെച്ചാണല്ലോ ആദ്യമായിട്ട് ക്രിസ്തു ശിഷ്യര് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത്. തിരുസഭയുടെ ആരംഭവും അതാണല്ലോ നമുക്കറിയാം. എങ്കിൽ ഈ പെന്തക്കൊസ്ത അനുഭവം നിരന്തരമായി ലഭിക്കുവാൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മളെ മടിയിലിരുത്തുന്ന, നമുക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന, ഈറ്റുനോവ് അനുഭവിക്കുന്ന ഒരമ്മയാണ് പരിശുദ്ധ കന്യക മറിയം. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരങ്ങളെ, പ്രിയ മക്കളെ, സ്നേഹരാഹിത്യം തീർക്കണം. അപ്പന്റെ അമ്മയുടെയും കിട്ടിയില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഒരപ്പനും ഒരമ്മയ്ക്കും പൂർണ്ണ സ്നേഹം നൽകാൻ സാധ്യമല്ല. ഇനിയും നിന്റെ ഹൃദയം ദാഹിക്കുന്നത് ഒരപ്പന്റെ അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി മാത്രമല്ല, അതിനും പുറമേ ഉപരിയായി ആ അഭൗമികമായ ദൈവിക സ്നേഹത്തിന് വേണ്ടിയാണ്. ആ ദൈവസ്നേഹം പിതാവിലൂടെ ലഭിക്കണം. അത് നമുക്ക് തിരുസഭയിലെ കൂരാശയിലൂടെ പ്രാർത്ഥനയിലൂടെ ലഭ്യമാകുന്നു. മാതാവിനുള്ള ഭക്തിയിലൂടെ ഒരമ്മയുടെ സ്നേഹവും കരകരമാകുന്നു. പ്രിയമുള്ളവരെ, പ്രയാധിക്യത്തിലും ഈ ഗില്ലമ്പാറെ രോഗം വന്ന് ശരീരമെല്ലാം ക്ഷീണിച്ച് വേദനകൾ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴുമെല്ലാം എന്നാലും ശുഷ്കാന്തിയോടെ വചനം പ്രഘോഷിക്കുകയും ചെയ്യുമ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയുവാൻ സാധിക്കും. എനിക്ക് ആ വലിയൊരു ശക്തി കിട്ടുന്നത് പരിശുദ്ധ അമ്മയിലൂടെയാണ്. അമ്മ കരം പിടിക്കുന്നത്, അമ്മേനെ ബലപ്പെടുത്തുന്നത്, അമ്മേനെ ഈശോയുടെ ഹൃദയത്തിൽ സമർപ്പിക്കുന്നത്,
പിതാവിന് സമർപ്പിക്കുന്നത്, എല്ലാം വലിയ അനുഭവമായി മാറുകയാണ്. വെറുതെ ബുദ്ധി കൊണ്ടൊരു ചിന്തയല്ല, എനിക്ക് ആ ബുദ്ധി കൊണ്ടുള്ള അനുഭവമല്ല, എൻ്റെ ഹൃദയത്തിൽ. അതുകൊണ്ട് ഹൃദയത്തിൽ ഈ രണ്ട് സ്നേഹങ്ങൾ ശാംശീകരിച്ചുകൊണ്ട് ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമം എടുക്കാം. പ്രിയമുള്ളവരെ, നിശ്ചയമായിട്ടും നമുക്ക് ആ സ്നേഹം തരുന്ന ആ മാതാവ് ഒരിക്കലും കൈവിടുകയില്ല, നമുക്ക് ആവശ്യമായതെല്ലാം വാങ്ങിത്തരുവാൻ. ഇവിടെ ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, മാതാവിനെ നിങ്ങൾ അത് കൈകൊണ്ട് പിടിക്കേണ്ടത് ഭൗമിക കാര്യങ്ങൾ നേടിയെടുക്കാനായിരിക്കരുതേ. പ്രാർത്ഥിച്ചു അതിനുവേണ്ടി. അതിനുമെല്ലാം ഉപരിയായി പിന്നെന്താണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതും ചോദിക്കേണ്ടതും? ഈശോയെ അധികമായി സ്നേഹിക്കുവാനുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി അമ്മയോട് പറ. കാരണം ആ ഈശോയുടെ ഹൃദയം അവിടെ കയ്യിലാണ്, അവിടെ ഉദരത്തിൽ പിറന്ന യേശുവാണ്. എനിക്ക് ഈശോയോട് അടുക്കണം, എനിക്ക് ഈശോയോട് അടുക്കണം, എനിക്ക് പിതാവിനോട് അടുക്കണം, എനിക്ക് പിതാവിനെ അപ്പച്ചാന്ന് വിളിക്കണം. ഈ അനുഭവമാണെന്ന് പറ അമ്മയോട്. അമ്മ സാധ്യമാക്കി തരും. കാരണം അമ്മ അനുഭവിച്ചവളാണ്. നമുക്കറിയാം, ഉള്ളവർക്കേ കൊടുക്കാൻ പറ്റൂ. അനുഭവം ഉള്ളവർക്കേ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ പറ്റൂ. ഈ അമ്മയ്ക്കുണ്ടായിരുന്ന അനുഭവം പോലെ അത് വേറെ ആർക്കും ഈ അനുഭവം ഇല്ല. അതുകൊണ്ട് യേശുവിനോട് അത് ചേർന്നിരുന്ന് പിതാവിന്റെ മകനും മകളുമായിരുന്നു കൊണ്ട് നല്ല ക്രിസ്തീയ ജീവിതം കഴിക്കാൻ മാതാവിനോട് അമ്മയോട് പ്രാർത്ഥിക്കൂ. അമ്മ അത് സാധിച്ചു തരും. അത് കഴിഞ്ഞിട്ട് വേണം ബാക്കി ഭൗമിക കാര്യങ്ങൾ. ഞാൻ പല പ്രസംഗത്തിലും സൂചിപ്പിക്കാറുള്ളത് പോലെ, നമ്മൾ കത്തോലിക്കർ, നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് എപ്പോഴും ഈശോയെ പിടിക്കുന്നു, മാതാവിനെ പിടിക്കുന്നു നമ്മുടെ ഭൗമിക കാര്യങ്ങൾ നേടിയെടുക്കാനാ. ഈശോയെയും ഒരു ദൈവമായിട്ട് എത്ര പേര് കാണുന്നുണ്ട് എനിക്ക് സംശയമാണ്. ഒരു മധ്യസ്ഥന ആ മാതാവിനേക്കാൾ ഒന്നുകൂടെ ഉയർന്ന ഒരു പുണ്യവാനായിട്ടാണ് കാണുന്നത് പലപ്പോഴും. അല്ല, ദൈവത്തെ ദൈവമായിട്ട് കാണണം. ആ ദൈവസ്നേഹമാണ് നീ നുകർന്ന് അനുഭവിക്കേണ്ടത്. ആ ദൈവസ്നേഹം രണ്ടു തരത്തിലൂടെ വരുന്നു, പിതാവിലൂടെയും മാതാവിലൂടെയും. ഇതനുഭവിക്കുക, അതാണ് സ്വർഗം, അതാണ് പറുദീസ. ഈ പറുദീസ തരുവാനാണ് ഈ ലോകത്തിലേക്ക് കർത്താവ് വന്നത്. വീണ്ടും പറുദീസ വീണ്ടെടുക്കപ്പെടുവാൻ നമുക്ക് ആ പറുദീസയിലെ ആളുകളായിരിക്കാം. അപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, അപ്പൻ സ്നേഹിച്ചില്ല, അമ്മ സ്നേഹിച്ചില്ല, ഞാൻ തിരസ്കരിക്കപ്പെടുന്നു, എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചു പോരാ, ഭാര്യ സ്നേഹിച്ചത് പോരാ, മക്കൾ സ്നേഹിച്ചത് പോരാ. ഈ പല്ലവിയെല്ലാം നിൽക്കും. ഈ അഭൗമികമായ അപ്പന്റെ അമ്മയുടെയും സ്നേഹം ഹൃദയത്തിന്റെ ആഴത്തിൽ അനുഭവിക്കുകയാണെങ്കിൽ, ഇതനുഭവിക്കുവാൻ ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് ഏറ്റവും വലിയ രണ്ട് ദാനങ്ങൾ, ഒന്ന് തന്നെ പരിശുദ്ധാത്മാവ്. എന്തിനാ പരിശുദ്ധാത്മാവിനെ തന്നത്? അപ്പച്ചാ പിതാവിനെ വിളിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ യേശു തന്നത് പിതാവിന്റെ സ്നേഹമാണ് ആ പരിശുദ്ധാത്മാവിലൂടെ. രണ്ടാമത്തെ ദാനം തൻ്റെ തന്നെ അമ്മ. ആ രണ്ട് ദാനങ്ങളും വളരെ വിലപ്പെട്ടതാണ്. നമുക്ക് അത് നെഞ്ചോട് ചേർത്ത് അനുഭവിച്ച് അനുദിനം ജീവിതത്തിൽ നിരാശപ്പെടാതെ സങ്കടപ്പെടാതെ ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതിനായിട്ട് കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും ആശീർവദിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കണ്ണടയ്ക്കുക. ഞാനൊരു ആശീർവാദം തരാം. യുബലിയിൽ അച്ഛൻ്റെ ആശീർവാദം ഉണ്ടെങ്കിലും ഞാനൊരു ആശീർവാദം നിങ്ങൾക്ക് തരുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങൾ ഒന്നിച്ചേർന്ന് അമ്മയോടൊപ്പം എന്ന ഈ പരിപാടിയിൽ സംബന്ധിക്കുമ്പോൾ ഇവരെയും ഇവരുടെ മക്കളെയും കൊച്ചുമക്കളെയും ഇവരുടെ ബന്ധുമിത്രാദികളെയും സഹോദരങ്ങളെയും എല്ലാം ഞാനിപ്പോൾ സ്നേഹപൂർവ്വം അങ്ങേപ്പക്കൽ കൊണ്ടുവരുന്നു. അങ്ങയുടെ ആശുപത്രിനായിട്ട് കർത്താവ് ഈ ഹോളി റെഡീമർ സെന്ററും അതുപോലെ തോമസ് പോൾ അച്ഛനും ഞാൻ അങ്ങേക്ക് അർപ്പിക്കുന്നു. മറ്റു വൈദികരും ശുശ്രൂഷകരും അവരിൽ ഇപ്പോൾ സംബന്ധിക്കുന്ന റോയി, ബേബി, ജാക്സൺ, ആന്ദ്രയ, അന്ന, ജോബി, മരിയ, ജോർജ്, സുനിൽ, സ്മിത, ഓമന, എൽസി, ജെയിൻസ്, റെജി, ഇവരെല്ലാവരും അങ്ങേക്ക് അർപ്പിക്കുന്ന കർത്താവ് ഏറെ പേരുടെ പേരിന്റെ മനോമുഖത്തിൽ വരുന്നു. കാരണം കർത്താവിന് ഓരോരുത്തരെയും ഇപ്പോൾ മാതാവിന്റെ മടിയിലൂടെ പിതാവിന്റെ കരങ്ങളിലേക്ക്, യേശുവിന്റെ ഹൃദയത്തിലേക്ക് അർപ്പിക്കുന്നു. ഇവരെ ആശീർവദിക്കൂ, അനുഗ്രഹിക്കൂ, പരിശുദ്ധാത്മാവ് നിറച്ചു കാത്തുകൊള്ളൂ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളുടെ മേൽ കടന്നു വന്ന് ഞങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. പാപം, രോഗം, അസ്വസ്ഥത, അപകടം ഇവയെല്ലാം കാത്തുകൊള്ളട്ടെ. ഇപ്പോൾ ഞാൻ ഈ പ്രാർത്ഥന ലോകത്തുള്ള എല്ലാ വൈദികരോടും ചേർന്നുകൊണ്ട് അർപ്പിക്കുന്നു. സ്വർഗത്തുള്ള വൈദികരോട് ചേർന്ന് അർപ്പിക്കുന്നു.
മാതാവിനോട് ഔഷപിതാവിനോടും മറ്റെല്ലാ പുണ്യന്മാരോടും ചേർന്ന് അർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Hallelujah.